ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പച്ചരി ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം. അരി കുതിർത്ത ശേഷം കഴുകുവാണെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നന്നായിട്ടൊരു 4-5 തവണ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂറൊക്കെ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ ഞാനിവിടെ കുതിർത്തെടുത്തിട്ടുണ്ട്, അതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിലേക്ക് കള്ള് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കള്ള് ഉപയോഗിച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലാണ് അപ്പം നന്നായിട്ട് കിട്ടുന്നത്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതുപോലെ ഒരു 2 മിനിറ്റെങ്കിലും തവി കൊണ്ട് നന്നായിട്ട് മാവ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി കിട്ടാനായിട്ട് സഹായിക്കും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 8 മണിക്കൂർ ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ച് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആ മാവിൻ്റെ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കള്ളപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കാസ്റ്റ് ചെയ്യേണ്ട ദോശത്തവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവ എടുക്കാം. കാസ്റ്റ് ചെയ്യേണ്ട ദോശത്തവ എടുക്കുമ്പം എണ്ണയൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം വേണം ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കാം. ഇത് നമുക്ക് സ്പ്രെഡ് ഒന്നും ചെയ്യേണ്ട, അത് തനിയെ അങ്ങ് സ്പ്രെഡായി വന്നോളും. ഇതുപോലെ നന്നായിട്ട് ഹോൾസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഹോൾസ് വന്ന ശേഷം മാത്രമേ ഇത് ക്ലോസ് ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാവൂ. ഇപ്പോൾ നന്നായിട്ട് ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അതൊന്ന് കുക്കായി വരാൻ. ഒരു സൈഡ് കുക്കായി വന്ന ശേഷം വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിടാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ശേഷം മറുവശം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ കള്ളപ്പത്തിനോട് സെർവ് ചെയ്യുന്നത് താറാവ് മപ്പാസാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.